ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണത്? ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി കാരമൽ പുഡിംഗ് ആണ്. അത് എങ്ങനെയാന്ന് ചോദിച്ചാ, നമ്മളെ ചവ്വരി ഇല്ലേ, ചവ്വരി കൊണ്ട് നല്ല സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ചവ്വരി കൊണ്ട് കാരമൽ പുഡിങ്ങോ? ആഹാ, എന്നാ എന്തായാലും നോക്കണല്ലോ. നല്ല സൂപ്പർ ആയിരിക്കും കഴിക്കാൻ കേട്ടോ. നമുക്ക് നോക്കാം, കാണാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അതിന് ഇനി നമുക്കൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിലയിടങ്ങളിലേ ഇതിനേക്കാളും ചെറിയ ചവ്വരി കിട്ടും. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. അത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് വേവിക്കുമ്പോൾ ഒന്ന് കുതിർത്തി വെച്ചിട്ടും വേവിക്കട്ടോ. കുതിർത്തി വെച്ചിട്ട് വേവിച്ചാൽ വേഗം വേകും. കുതിർത്താതെ വേവിച്ചാൽ കുറച്ചുകൂടി ടൈം വേണം വേകാൻ. അതാണ് കുതിർത്തണം പറഞ്ഞത്. ഇതിപ്പോ കുതിർത്തി വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറോളം കുതിർത്തി വെക്കേണ്ടി വരും കേട്ടോ. നമുക്കിനി എന്തായാലും ഒരു കണ്ണാടി പരുവാവണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ചവ്വരി കണ്ണാടി പോലെ വെന്ത് കണ്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് നമ്മൾ ചവ്വരി വേവിക്കണ പാകട്ടോ. ഇനി നമുക്കിതിൻ്റെ വഴുവഴുപ്പൊക്കെ പോകാനും ഒന്ന് വെള്ളം ഒഴിച്ച് തരിച്ചെടുക്കണം. നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഇവിടെ ഇരുന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോട്ടെ. ആ വെള്ളത്തിൽ കിടന്ന് ചവ്വരിയുടെ പശപ്പൊക്കെ ഒന്ന് പോട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് പാല് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിൽ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പാലിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിനി പാല് വറ്റി നമ്മൾ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. 1.5 കപ്പ് ആവണത് വരെ വറ്റിച്ചെടുക്കാം. 1/2 കപ്പ് പാല് വറ്റട്ടെ, അതുവരെ കത്തിക്കാം. ഇപ്പം നമ്മുടെ പാല് തിളച്ച് വറ്റിയിട്ട് ഒരു 1.5 കപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നമുക്കിതിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ച ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക, കട്ടയൊക്കെ ഒന്ന് ഉടയട്ടെ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറട്ട്, എന്നിട്ട് വേണം ബാക്കിയുള്ള പണി ചെയ്യാൻ. ഇനി നമുക്ക് ഇതിന് വേണ്ട കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു ചട്ടിയിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കളറായി വരട്ട്, അതുവരെ നമുക്ക് കത്തിക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ കാരമൽ കളറായി വരുന്നുണ്ട്. ഒന്നുകൂടി കളറാവട്ടെ കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൂടുതൽ കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ കാരമൽ ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് ഒഴിക്കുന്നത് അതിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഞാനിതിൽ ലേശം നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ പാല് തണുത്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണത് എന്താണെന്ന് ചോദിച്ചാൽ, ചൂടുള്ള പാലിൽ ഒഴിച്ചു കൊടുത്താൽ മുട്ട വെന്ത് പോകും. അതുകൊണ്ടാണ് തണുത്ത പാലിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എസൻസ് ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഏലക്ക പൊടി ഇട്ട് കൊടുത്താലും മതി. ആ മുട്ടയുടെ മണം മാറാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മുട്ട ഒന്ന് ഇളക്കിയെടുക്കാം. തരിയൊന്നുമില്ലാതെ നമുക്ക് മുട്ട ഒന്ന് മിക്സാക്കി ഇളക്കിയെടുക്കാം. ഈ ഉണ്ണിയൊക്കെ പൊട്ടി വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ പാലും മുട്ടയൊക്കെ നന്നായിട്ട് കലങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ആവി വരുന്ന ഇഡ്ഡലി പാത്രത്തിൽ ഈ പുഡിങ് ഇവിടെ വെക്കാം.
ഇനി അതിൻ്റെ മേലെ ഉള്ളിൽ വെള്ളം ഇറങ്ങാതെ ഇരിക്കാൻ ഒരു മൂടി വെച്ചിട്ട് മൂടി വെക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. ഇതൊരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വേവിക്കേണ്ടി വരും കേട്ടോ. മക്കളെ, നമ്മളെ ഫുഡിങ് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അയ്യോ, ഇത് കണ്ടില്ലേ മക്കൾ, ആവി ഇങ്ങനെ നിറഞ്ഞു വരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വേവ് നോക്കാൻ ഒരു ഈർക്കിലി കൊണ്ട് കുത്തി നോക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. എടുക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ മക്കളെ, നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ, നന്നായിട്ട് ചൂടാറി ഒന്ന് തണുത്ത് വരട്ടെ, എന്നിട്ട് വേണം പാത്രത്തിലേക്ക് മാറ്റാൻ. ഇത് കണ്ടില്ലേ മക്കളെ, നല്ല ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് മെല്ലെ അങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കൊട്ടി കൊടുക്കാം. കണ്ട മക്കളെ, നമ്മളെ ചവ്വരി കാരമൽ പുഡിങ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇളകി വരുന്നുണ്ട്. കണ്ടില്ലേ, ബുളുബുളുബുളെന്ന് ഇളകി വന്നു. അങ്ങനെ നമ്മുടെ കാരമൽ പുഡിങ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കഴിച്ചു നോക്കിയേ. നോക്കട്ടെ. ഈ പിടിക്കുമ്പോ തന്നെ സോഫ്റ്റ് ആട്ടോ, അത്ര സോഫ്റ്റ് ആണ് സംഭവം. വായിലിട്ടവിടെ അലിഞ്ഞു പോട്ടോ മക്കളെ. ഇടാൻ ഗ്യാപ്പില്ല, അപ്പൊ അത് അലിഞ്ഞു പോണു. ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ. ഇത് പിന്നല്ലേ നമ്മളെ സാധാ പുഡിങ് പോലെ അല്ല, സാധാ കാരമൽ പുഡിങ് പോലല്ല, ഒന്നുകൂടെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ തിന്നിട്ട് മതിയാവണില്ല.